കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി അർബൻ ബാങ്കിലെ വായ്പാ തട്ടിപ്പിന് ബാങ്ക് പ്രസിഡന്റ് പി.ടി. പോൾ ഉപയോഗിച്ചത് വ്യവസായികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഭൂമി. വ്യാജ വായ്പകൾക്ക് ഈടായി നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പലതും വ്യവസായി റോയ് കുര്യന്റെയും RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫന്റെയും ഉടമസ്ഥതയിലുള്ളതാണ്. റോയ് കുര്യനും ബാങ്ക് പ്രസിഡന്റായിരുന്ന പി.ടി. പോളും ബിസിനസ് പങ്കാളികളാണെന്നും തട്ടിപ്പിൽ റോയ് കുര്യന്റെ പങ്ക് അന്വേഷിക്കണമെന്നും തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. വായ്പാ തട്ടിപ്പിലെ കൂടുതൽ രേഖകൾ മീഡിയ വൺ പുറത്തുവിടുന്നു. ഇവിടെ ഞാൻ പലരുടെയും പ്രോപ്പർട്ടികൾ വേറെ കണ്ടായിരുന്നു. അതിലും ഒട്ടുമിക്ക പേരുകളിലും റോയ് കുര്യൻ്റെ പ്രോപ്പർട്ടികളാണ് കണ്ടേക്കുന്നത്. എന്നോട് പറഞ്ഞതും എല്ലാം റോയ് കുര്യൻ്റെ പേരിലുള്ളതാണ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് റോയ് കുര്യൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ഒറിജിനലാണോ വ്യാജമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഒറിജിനലാണെങ്കിൽ റോയ് കുര്യൻ്റെ അറിവോടുകൂടിയായിരിക്കും. വ്യാജമാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് റോയ് കുര്യനാണ്. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് പാർട്ടി നടത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു വ്യവസായിയാണ് അദ്ദേഹം. മോട്ടോർ വാഹന നിയമം ലംഘിച്ചുകൊണ്ട് റോഡിലൂടെ വില കൂടിയ ലക്ഷറി കാറിൽ റോഡ് ഷോ നടത്തിയതിന് മോട്ടോർ വാഹന വകുപ്പും കേസെടുത്തൊരു വിവാദ വ്യവസായിയാണ് റോയ് കുര്യൻ. ആ റോയ് കുര്യൻ്റെ പേരിലുള്ള ഭൂമി പണയം വെച്ചാണ് ഈ വായ്പകൾ എടുത്ത് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നു. റാഫി, റോയ് കുര്യൻ്റെ പ്രതികരണം തേടിയോ ഇക്കാര്യത്തിൽ? ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോയ് കുര്യന്റെ അങ്കമാലി നഗരത്തിലുള്ള 4 ഭൂമികൾ ഈട് നൽകി 30 കോടി രൂപയുടെ വായ്പയാണ് വിവിധ പേരുകളിലായി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ റോയ് കുര്യന്റെ പ്രതികരണം തേടിയിരുന്നു. നമ്മുടെ ഫോൺ റോയ് കുര്യൻ അറ്റൻഡ് ചെയ്യുകയും നമ്മൾ മീഡിയ വൺ ചാനലിൽ നിന്നാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം റോയ് കുര്യനെ ഒരു തരത്തിലും നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഫോണുകൾ റോയ് കുര്യൻ എടുക്കുന്ന ഒരു സാഹചര്യമല്ല പിന്നീടുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അർബൻ ബാങ്ക് തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 250ഓളം പേരുടെ വായ്പ നൽകിയിരിക്കുന്നത് വ്യാജ ഭൂ ഉടമകളുടെ, അതായത് വ്യാജ ഭൂമികളുടെ രേഖകൾ നൽകിക്കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പേരിൽ തന്നെ പല വായ്പകൾ നൽകുന്നു, ഒരു ഭൂമിയിൽ തന്നെ പല പേരുകളിൽ വായ്പകൾ നൽകുന്നു എന്നുള്ളതാണ്. റോയ് കുര്യന്റെ അങ്കമാലി നഗരത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയം ഈടായി നൽകിക്കൊണ്ട് 30ലധികം വായ്പകൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അർബൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നൽകാവുന്ന പരമാവധി വായ്പാ തുക എന്നുള്ളത് 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ പരമാവധി വായ്പാ തുക നൽകുന്നത് ഏകദേശം 30-35ഓളം പേർക്കാണ്. അതിന് ഈടായി നൽകുന്നത് ഒരു ഭൂമി മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. അങ്ങനെ ഈ റോയ് കുര്യൻ്റെ അങ്കമാലി നഗരത്തിലും ഒപ്പം തന്നെ അങ്കമാലിയുടെ സമീപ പ്രദേശങ്ങളിലുമുള്ള ഭൂമികൾ ഈടായി നൽകിക്കൊണ്ട് 100ലധികം വായ്പകളാണ് അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ 25 ലക്ഷം രൂപയുടെ വായ്പകളാണ്. ഈ വായ്പകൾ പലതിനും ജാമ്യക്കാരനായി നിൽക്കുന്നത് ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവായ പി.ടി. പോളാണെന്ന് കാണാം. പി.ടി. പോളും റോയ് കുര്യനുമായി ബിസിനസ് പങ്കാളികളാണ്. ഇരുവരും തമ്മിൽ 20 വർഷത്തോളമായി വിവിധ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് വ്യാജ വായ്പകൾ അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തതെന്നുള്ളതാണ് ഈ വായ്പാ തട്ടിപ്പിനിരയായ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യാജ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഈ ബാങ്കിലെ ഭരണസമിതിയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും മാത്രം ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ പേരിലേക്ക് നീളണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അങ്കമാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ഭൂമിയും ഈടായി നൽകിക്കൊണ്ട് പി.ടി. പോളിൻ്റെ നേതൃത്വത്തിൽ വലിയ വായ്പാ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫന്റെ ഭൂമി ഈടാക്കിക്കൊണ്ട് ഏകദേശം 3 കോടി രൂപയുടെ വായ്പയാണ് അർബൻ ബാങ്കിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ഒരു ഭൂമിയിൽ തന്നെ 30ലധികം വായ്പകൾ ഇവിടെയും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വിവിധ ഭൂമികൾ ഈടായി നൽകിക്കൊണ്ട് കോടികളുടെ തട്ടിപ്പാണ് പി.ടി. പോളും ഒപ്പം തന്നെ ഭരണസമിതിയും ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കൂടാതെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ വായ്പകൾക്ക് ഈടായി നൽകിക്കുന്ന ഭൂമി സർട്ടിഫൈ ചെയ്യുന്നത് വിവിധ ഭരണസമിതി അംഗങ്ങളാണ്. അങ്ങനെ ഭരണസമിതി അംഗങ്ങൾ സർട്ടിഫൈ ചെയ്തതിനു ശേഷമാണ് ഈ ഭൂമിയുടെ രേഖകൾ ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്നത്. വ്യക്തമായ രേഖകളില്ലാത്ത ഭൂമി എങ്ങനെയാണ് പല പേരുകളിൽ ഭരണസമിതി അംഗങ്ങൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം വേണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരും ഒപ്പം തന്നെ ഈ വായ്പാ തട്ടിപ്പിന് ഇരയായവരും ആരോപിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫനെ ബന്ധപ്പെട്ടിരുന്നു. ജോർജ് സ്റ്റീഫനിൽ നിന്ന് നമുക്ക് ലഭിച്ച പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോർജ് സ്റ്റീഫൻ നിയമ നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ
ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുവിധ അറിവും ജോർജ് സ്റ്റീഫൻ ഇല്ല എന്നുള്ളതാണ് ഇന്നലെ മറുപടി നൽകിയത്. ഈ PT പോളിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടിനായി PT പോളിന് തൻ്റെ ഭൂമിയുടെ രേഖകൾ നൽകിയിരുന്നു. ഈ രേഖകൾ PT പോള് ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നുള്ള വിശദീകരണമാണ് ജോർജ് സ്റ്റീഫനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ജോർജ് സ്റ്റീഫന് പുറമെ വിവിധ കോൺഗ്രസ് നേതാക്കളുടെ ഭൂമിയും ഈടായി നൽകിക്കൊണ്ട് PT പോള് വായ്പകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ റാഫി, ഒരു കാര്യം കൂടി. റാഫി, ഇപ്പോൾ റാഫിയുടെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ശബ്ദം അത് വല്ല സമരത്തിൻ്റെതുമാണോ? CPM-ന്റെ കൊടികളൊക്കെ കാണുന്നുണ്ട്. അജിംസ്, തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അർബൻ സഹകരണ ബാങ്കിന് മുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം തന്നെ നിക്ഷേപകരുടെയും ഈ വായ്പാ തട്ടിപ്പിന് ഇരയായ ആളുകളുടെയും സമരങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ LDF അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ധർണയാണ് നടക്കുന്നത്. ഈ ധർണയിൽ ഈ ബാങ്കിലെ സഹകാരികളും ഒപ്പം തന്നെ നിക്ഷേപകരും ഈ വായ്പാ തട്ടിപ്പിന് ഇരയായ ആളുകളും പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന ധർണ ഉച്ചയ്ക്ക് 1 മണി വരെ തുടരും. അങ്കമാലിയിലെ മുൻ MLA ജോസ് തെറ്റയിലാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ DYFI നേതൃത്വത്തിലും ഒപ്പം തന്നെ BJP-യുടെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധം ഈ ബാങ്കിലേക്കുണ്ടായിരുന്നു. ഈ BJP ജില്ലാ നേതൃത്വം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഈ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം തന്നെ നിക്ഷേപകരുടെയും ഈ ബാങ്കിലെ സഹകാരികളുടെയും വായ്പാ തട്ടിപ്പിന് ഇരയായ ആളുകളുടെയും പ്രതിഷേധം തുടരുകയാണ്. ഇന്നും LDF-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ബാങ്കിന് മുന്നിലുണ്ട്.